ഹായ് ഗായ്സ്, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം നമ്മൾ BBT പഠിക്കുന്നവർക്ക് ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടി ചെറിയൊരു ട്യൂഷൻ സെഷൻ പോലെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്ന് തൊട്ടായിരിക്കും നമ്മൾ വീഡിയോസ് ഇടുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമന്റ് ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്താൻ. നോർമലി എനിക്ക് ക്ലാസ് ഒന്നും എടുത്ത് അത്ര ശീലമില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കോളേജിൽ ലെക്ചേഴ്സ് പഠിപ്പിക്കുന്ന ആ ഒരു റേഞ്ച് ഒന്നും നിങ്ങൾ കൂട്ടരുത്. ബിക്കോസ് ഞാനൊരു BPT ഗ്രാജുവേറ്റ് ആണ്. നമുക്കറിയാം മെഡിക്കൽ സബ്ജക്ട്സ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സോ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അനാട്ടമിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഫോർ ദാറ്റ് നമ്മൾ ഒരു മെഡിക്കൽ കോഴ്സിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ ടേംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ നമുക്ക് ജനറൽ മെഡിക്കൽ ടേംസ് എഴുതാം. മൈ ഹാൻഡ് റൈറ്റിംഗ് ഈസ് വെരി ബാഡ്. കാരണം എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒട്ടും കൊള്ളത്തില്ല. സോ നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ജനറൽ മെഡിക്കൽ ടേംസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അനാട്ടമി പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ചില ബോഡി ഡയറക്ഷൻസ് ആൻഡ് പൊസിഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. കാരണം നമ്മളിപ്പം ചിലതിന്റെ മസിൽസിന്റെ ഒറിജിനോ ഇൻസേഷനോ അല്ലെങ്കിൽ അതിന്റെ സൈറ്റ് ഒക്കെ പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ബോഡി ഡയറക്ഷൻസ് ആൻഡ് പൊസിഷൻസ് ആണ് ഇന്ന് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ഏതൊരു ഒറിജിൻ ഇൻസേഷൻ അല്ലെങ്കിൽ ഏതൊരു മസിലിന്റെയോ ഏതെങ്കിലും ഒരു ബോണിന്റെയോ റിലേഷൻസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഈ ടേംസ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് പഠിക്കുന്നത്? ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് ആന്റീരിയർ എന്നാണ്. എന്താണ് ആന്റീരിയർ? ആന്റീരിയർ 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 എന്ന് നിങ്ങൾ ക്ലാസ്സിലൊക്കെ കേട്ട് മടുത്തിട്ടുണ്ടാവും അല്ലേ? ഞങ്ങള് ഫസ്റ്റ് ഇയറിൽ കുറെ കേട്ട് മടുത്താണ്. അപ്പൊ ആന്റീരിയർ എന്ന് പറയുന്നത് ഫ്രണ്ട് സൈഡ് ഓഫ് ദ ബോഡിയാണ്. ഈ പോർഷൻ ആണ് ആന്റീരിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് കം ടു പോസ്റ്റീരിയർ. എന്താണ് പോസ്റ്റീരിയർ? നമ്മുടെ മെയിൻ മെഡിക്കൽ ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് ഫ്രണ്ട്, ബാക്ക്, സൈഡ്, അപ്പ്, ഡൗൺ ഇങ്ങനെയുള്ള വേർഡ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി എ മെഡിക്കൽ ടേം എന്നായിരിക്കണം. അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് എഡ്യൂക്കേഷണൽ സംഭവമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതനുസരിച്ചിട്ടാണ് എല്ലാം പറയുന്നത്. അപ്പൊ പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ബാക്ക് സൈഡ് ഓഫ് ദ ബോഡിയാണ്. നമ്മുടെ ഈ സ്പൈൻ തൊട്ട് ഉള്ള പോർഷൻ ആണ് പോസ്റ്റീരിയർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പോസ്റ്റീരിയറും ആന്റീരിയറും മനസ്സിലായി. ആന്റീരിയർ, പോസ്റ്റീരിയർ. ഇനി ലാറ്ററൽ ആണ്. What is lateral? Lateral എന്ന് പറഞ്ഞാൽ സൈഡ് വശം. ഇതാണ് away from the midline of the body. ഇപ്പൊ നമ്മുടെ ബോഡിനെ നമ്മൾ രണ്ടായിട്ട് മുറിക്കുകയാണെങ്കിൽ ഈ മിഡ് ലൈനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത്, അതായത് ഈ ഭാഗത്തിനാണ് ലാറ്ററൽ സൈഡ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബിഫോർ ദാറ്റ് ഞാൻ നിങ്ങളെ ഒരു സംഭവം പഠിപ്പിക്കാം. എന്താണ് അനാട്ടമിക്കൽ പൊസിഷൻ? നമ്മുടെ ബോഡിയുടെ അനാട്ടമിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇരിക്കുകയും തല ഇങ്ങനെ ഇരിക്കുകയും കാൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നതാണ് അനാട്ടമിക്കൽ പൊസിഷൻ. ഈ ഒരു പൊസിഷൻ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മുടെ ബോഡിയുടെ അനാട്ടമിക്കൽ പൊസിഷൻ. ഈവൻ ഇത് ബയോമെക്കിനും അനാട്ടമിക്കും ഡിസ്കഷൻ, അതേപോലെ കടാവ ഡിസ്കഷൻ മുതലായവ അവർ ചിലപ്പോൾ ചോദിക്കാൻ അനാട്ടമിക്കൽ പൊസിഷൻ ഏതാണെന്നൊക്കെ. സോ അപ്പൊ അതാണ് അനാട്ടമിക്കൽ പൊസിഷൻ. ഇനി നമ്മൾ പോകുന്നത് മീഡിയൽ ആണ്. മീഡിയൽ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് മിഡ് ലൈൻ ഓഫ് ദ ബോഡി. ഇപ്പം ഇതാണ് നമ്മുടെ കൈയെങ്കിൽ ഇത് ലാറ്ററലും ഇത് മീഡിയൽ. ഇത് ടുവേർഡ്സ് മിഡ് ലൈൻ ഓഫ് ദ ബോഡി അല്ലേ, അതായത് ബോഡിയുടെ അടുത്തേക്ക്. അതാണ് മീഡിയൽ എന്ന് പറയുന്നത്. അടുത്തത് സുപ്പീരിയർ. എന്താണ് സുപ്പീരിയർ? നമ്മൾ സുപ്പീരിയർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സുപ്പീരിയർ വാർഡ് എന്നൊക്കെ കേട്ടിട്ടില്ല. അതേപോലെ സുപ്പീരിയർ കുറച്ച് പവർ കൂടിയ ആളാണ്, കുറച്ച് മേലെ നിൽക്കുന്ന ആളാണ്. അപ്പം ടോപ്പ് ഓഫ് ദ ബോഡിക്കാണ് സുപ്പീരിയർ എന്ന് പറയുന്നത്. ഇത് സുപ്പീരിയറും താഴെ ഇൻഫീരിയറും ആണ്. ഓക്കെ, അപ്പൊ സുപ്പീരിയറും ഇൻഫീരിയറും ഒരുമിച്ചാണ് വരുന്നത്. ഇൻഫീരിയർ എന്ന് വെച്ചാൽ താഴെ. ഒരു സുപ്പീരിയർ കോംപ്ലക്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അതായത് ഒരു പവർ, ഞാൻ ഒരു വലിയ ആളാകുന്നുണ്ട്, അതാണ് സുപ്പീരിയർ. പിന്നെ ഇൻഫീരിയർ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോക്സിമൽ ആണ്. പ്രോക്സിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസർ ടു ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതൊരു ഹ്യൂമറസ് ആണ്. അപ്പം പ്രോക്സിമൽ എന്ന് പറയുമ്പോൾ ഹ്യൂമറസിന്റെ ഏറ്റവും അടുത്തോട്ട്, അതിന്റെ ഒറിജിന്റെ അടുത്തോട്ട് വരുന്ന ഒരു സംഭവമാണ് പ്രോക്സിമൽ. ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ away from the ഇത്. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഡിസ്റ്റൽ ആണ്, far away from the attachment. അപ്പം ഹ്യൂമറസ് ഇവിടെയല്ല അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം ഈ ഭാഗത്തിനാണ് പ്രോക്സിമൽ പാർട്ട്. അപ്പം ഹ്യൂമറസ് താഴോട്ട് പോകുമ്പോൾ away from the ഇതല്ലേ അറ്റാച്ച്മെന്റ്. അപ്പം അത് ഡിസ്റ്റൽ ആണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വെൻട്രൽ ആണ്. വെൻട്രൽ ആൻഡ് നെക്സ്റ്റ് വൺ ഡോർസൽ.
റെഫേഴ്സ് ടു ദ ഫ്രണ്ട് ഓർ ദ ബെല്ലി, ഈ ഭാഗത്തിനാണ് വെൻട്രൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബാക്ക് ഇതിനാണ് ഡോർസൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ടേംസ് നമ്മുടെ മസിൽസിലോ അല്ലെങ്കിൽ ബോൺസിലോ ഒറിജിനും ഇൻസേഷനിലും ഒക്കെ വരുന്നതാണ്. ഈ ടേംസ് നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ആന്റീരിയർ, പോസ്റ്റീരിയർ, ലാറ്ററൽ, മീഡിയൽ, സുപ്പീരിയർ, ഇൻഫീരിയർ, പ്രോക്സിമൽ, ഡിസ്റ്റൽ, വെൻട്രൽ, ഡോർസൽ. അപ്പൊ ഇതിന്റെയൊക്കെ മീനിങ് മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഓരോ മസിലിന്റെ അല്ലെങ്കിൽ ബോൺസിന്റെ ഒറിജിനും ഇൻസേഷനും ഒക്കെ നിങ്ങൾക്ക് വരുന്നത് പഠിക്കാൻ. അപ്പൊ ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിലായിരിക്കണം നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഓർക്കണം, ചുമ്മാ നമ്മള് ഫ്രണ്ട് ബാക്ക് സൈഡ് ഒന്നും എഴുതാൻ പറ്റത്തില്ല. ബിക്കോസ് മെഡിക്കൽ ടേംസ് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്സ് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ വേറെ ഒരു ഇതിൽ വരുന്ന രണ്ടെണ്ണമാണ്, അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് അക്യൂട്ട് ആൻഡ് ക്രോണിക്. അക്യൂട്ടും ക്രോണിക്കും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാപ്പിഡ്, പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഒരു മുറിവുണ്ട്, അത് റാപ്പിഡ് ഔട്ട്സെറ്റ്, കുറച്ച് ഡ്യൂറേഷനിലേക്ക് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ അക്യൂട്ട് എന്ന് പറയുന്നത്. ക്രോണിക് എന്ന് പറഞ്ഞാൽ ഒരു ലോങ്ങർ പീരീഡിൽ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്ന നമ്മളൊരു ക്രോണിക് ഇൻഫ്ലമേഷൻ, അക്യൂട്ട് ഇൻഫ്ലമേഷൻ. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം മൗത്ത് അൾസർ എന്നൊക്കെ പറയുന്നത് കുറച്ച് നാളത്തേക്കല്ലേ ഇരിക്കത്തുള്ളൂ, അത് അക്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം നാള് വൂണ്ട് എംബ്രിമെന്റ് ഒക്കെ, അതായത് വൂണ്ട് വന്നു കഴിയുമ്പോൾ ഉള്ള അവസ്ഥയൊക്കെയാണ് ക്രോണിക് എന്ന് പറയുന്നത്. അപ്പം ക്രോണിക്കും അക്യൂട്ടും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പം ഇന്ന് ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ നെക്സ്റ്റ് ഡേ ഞാൻ എന്ത് ടോപ്പിക് എടുക്കണമെന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ടോപ്പിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അനാട്ടമിയാണ് മെയിൻ ആയിട്ട് പോകുന്നത്. സോ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.